പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 50-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്: കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പ്രിയരെ, ഇവിടെ പറയുകയാണ്, ആൻഡ് കോൾ അപ്പോൺ മീ ഇൻ ദ ഡേ ഓഫ് ദ ട്രബിൾ. നിന്റെ കഷ്ടകാലത്ത്, എപ്പോഴാണോ നിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുന്നത്, അപ്പോഴെന്ത് ചെയ്യണം? അമ്മേ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ വിടുവിക്കും, ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവത്തിന്റെ കരങ്ങളാൽ നിങ്ങളെ കുഴഞ്ഞിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ വിളിക്കുവാൻ തയ്യാറാകണം. അമ്മീൻ, എല്ലാത്തിനും ഒരു കാലമുണ്ട് എന്ന് അമ്മയെ സഭാപ്രസംഗിക്കത്ത് പറയുമ്പോൾ, അമ്മേൻ നടുവാനൊരു കാലമുണ്ട്, അമ്മയെ പറിപ്പാനൊരു കാലമുണ്ട്, അമ്മയെ സമ്പാദിപ്പാനൊരു കാലമുണ്ട്, നഷ്ടമാക്കുവാനും അമ്മ എറിഞ്ഞു കളയുവാനും സൂക്ഷിച്ചു വെപ്പാനും കീറുവാനും തുന്നുവാനും മിണ്ടാതിരിക്കുവാനും സംസാരിപ്പാനും ഒരു കാലമുണ്ട്, സ്നേഹിപ്പാനൊരു കാലമുണ്ട്, ദേഷിപ്പാനൊരു കാലമുണ്ട്, യുദ്ധത്തിനൊരു കാലമുണ്ട്, സമാധാനത്തിന് ഒരു കാലമുണ്ട്, ചിരിക്കുവാനൊരു കാലമുണ്ട്, കരയുവാനൊരു കാലമുണ്ട്, നൃത്തം ചെയ്യുവാനൊരു കാലമുണ്ട്, വിലപിപ്പാനൊരു കാലമുണ്ട്. പ്രിയരെ, കഷ്ടകാലം എന്ന് പറയുമ്പോൾ കരയുന്ന കാലമാണ്, വിലപിക്കുന്ന കാലമാണ്, ആമേൻ. ഇടിച്ചു കളയുന്ന കാലമാണ്, അമ്മ ഇടിഞ്ഞിരിക്കുന്ന കാലമാണ്, നമ്മെ പറിച്ചു കളയുന്ന കാലമാണ്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ പറയുകയാണ്, അമ്മ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിന്റെ കീഴിലുള്ള സകല കാര്യത്തിനും എന്തുണ്ട്? ഒരു കാലമുണ്ട്. പ്രിയ, നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറി മറിയുവാൻ ഒരു കാലമുണ്ട്. ഇനി നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേദന ആയിരിക്കത്തില്ല നാളുകളിൽ നിങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ കണ്ണുനീര് താഴേക്കൂടെ കടന്നു പോയാലും അത് ജലാശയമായി തീരുന്നു, അത് മുൻമഴയാൽ അനുഗ്രഹപൂർണമായി തീരുന്നു എന്ന. കണ്ണുനീര് താഴേക്കൂടെ നാം കടന്നു പോയാലും നമ്മുടെ കണ്ണുനീര് അത് വലിയൊരു നദിയായി മാറും, ഒരു ജലാശയമായി മാറും. അതെന്തിയാ? മുൻമഴയാൽ ആമേൻ അനുഗ്രഹമായി തീരും. ആമേൻ. ഹല്ലേലൂയ. മുൻമഴയാൽ ആമേൻ. നമ്മുടെ വിടുതലിന് വിഷയങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു മുൻമഴയാൽ എന്തെയും അത് അനുഗ്രഹപൂർണമായി തീരും. ഇവിടെ 50-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, കുഞ്ഞെ, കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുവാൻ തയ്യാറാണ്. ആമേൻ. നമ്മെ വിടുവിക്കുമെന്ന് ഇത്ര അധികാരത്തോടെ, ഇത്ര അവകാശത്തോടെ, ഇത്ര സ്വാതന്ത്ര്യത്തോടെ ആർക്ക് പറയാൻ കഴിയും? ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ന് മനുഷ്യർ പറഞ്ഞാലും അമ്മ, ഇന്നിന്റെ നമ്മൾ സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അമ്മ ഒരു മനുഷ്യനും കാണത്തിനാല് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന, നാം വിളിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവം പറയുകയാണ്, കഷ്ടകാലത്ത് കുഞ്ഞെ, നീ എന്നെ വിളിച്ച് അപേക്ഷിക്കുക. നീ എന്നെ വിളിക്കാൻ തയ്യാറാകുക. നിന്റെ ഹൃദയത്തിലെ വേദനകളെ നീ എന്നോട് പറയാൻ തയ്യാറാകുക. ഞാൻ നിന്നെ വിടുവിക്കാം, ഞാൻ നിന്റെ അരികിൽ തന്നെ ഉണ്ട്, നീ എന്നോട് സംസാരിക്കുക. അതേ, ഞാൻ നിന്റെ പ്രശ്നങ്ങൾ പരിഹാരം തരുവാൻ നിന്റെ അരികിൽ തന്നെ ഞാൻ ഉണ്ട്. നീ എന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നോ? നീ എന്നെ അറിയുവാൻ ശ്രമിക്കുന്നോ? നീ എന്റെ കരം നിന്നിലേക്ക് ഞാൻ നീട്ടുകയാ, നീ ഒന്ന് തൊട്ടു നോക്ക്. പറയുക, കഷ്ടകാലത്ത് എന്നെ ഒന്ന് വിളിച്ചപേക്ഷിക്കുക. നിന്റെ സന്തോഷ സമയങ്ങൾ നീ എന്നെ വിളിക്കത്തില്ല, നീ എന്നെ മറന്നു കളയും. അതൊക്കെ പോയിക്കോട്ടെ, സാരമില്ല. മോളെ, നീ എന്നെ വിളിക്കാമോ? മോനെ, നീ നിന്റെ കഷ്ടകാല സമയത്ത് എന്നെ ഒന്ന് വിളിക്കാമോ? നീ കഷ്ടത്തിൽ കിടക്കേണ്ടവനല്ല, നീ വേദനയിൽ കിടക്കേണ്ടവനല്ല, രോഗത്തിന് അവസരത്തിലൂടെ കടന്നു പോകേണ്ടവനല്ല. അതെ, നിന്നെ വെടിവെപ്പാം. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിപ്പാൻ നിന്റെ കൂടെയുണ്ട്. നീ എന്തിന്റെ കഷ്ടം അനുഭവിക്കുന്നേ? ജീവിതത്തിന്റെ കഷ്ടങ്ങളാണോ? കുടുംബത്തിന്റെ കഷ്ടങ്ങളാണോ നീ അനുഭവിക്കുന്നേ? അതോ സാമ്പത്തികമായ കഷ്ടങ്ങളോ, രോഗത്തിന്റെ കഷ്ടങ്ങളോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കഷ്ടങ്ങളോ, ഭാരങ്ങളോ, എന്താ നീ അനുഭവിക്കുന്നേ? ആ വിഷയമായി ദൈവത്തിന്റെ പാദപീഠം ഒന്ന് ചെല്ലുവാൻ തയ്യാറാകുമോ?
നിങ്ങളെ വിടുവിക്കുന്ന കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നോക്കുക, കർത്താവ് പറയാൻ ഞാൻ നിന്നെ വിടുവിക്കും. നിശ്ചയമായ കാര്യമാണ്. എനിക്ക് മാത്രമേ നിന്നെ വിടുവിക്കാൻ കഴിയൂ. അത് ഞാൻ വിടുവിക്കുന്ന ദൈവമാണ്. അതെ, നീ എന്നെ മഹത്വപ്പെടുത്തും. അതെ, നിന്റെ ജീവിത കഷ്ടതയിൽ നിന്ന് നീ പുറത്തു വരുമ്പോ ഹല്ലേലൂയ. നമുക്കറിയാം, മിരിയ ചെങ്കണ്ണ നടുവിൽ ചെന്ന് ഫറവോൻ തങ്ങളെ നശിപ്പിച്ച് കളയും, ആ കടലിൽ ഞങ്ങളുടെ ജീവിതം അവസാനിക്കുമെന്ന വിധി എഴുത മുമ്പിൽ ഹല്ലേലൂയ ചെങ്കണ്ണെ രണ്ടായി വിഭാഗിച്ച ദൈവം തന്റെ ജനത്തെ അക്കരെ എത്തിച്ചപ്പോൾ മിരിയാൻ തപ്പെടുത്ത് ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തി. നിന്റെ ജീവിതത്തിൽ ഒരു മറുകരയുണ്ട്. നിന്നെ മറുകര എത്തിക്കലെന്ന് വാദിച്ചു നിൽക്കുന്ന എല്ലാ അന്ധകാര മണ്ഡലങ്ങളെയും സർവശക്തനായ ദൈവം മാറ്റി. അവൻ നിന്നെ വിധിക്കുന്ന വിധികളെ മാറ്റി. അവൻ നിന്നെ മറുകര എത്തിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ട്. ആ ദൈവമുഖത്തേക്ക് നീ നോക്കണം. നിന്റെ ഏത് പ്രയാസ സമയങ്ങളും എന്റെ മുഖത്തേക്ക് നോക്കി എന്നെ നീ വിളിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ഞാൻ നിന്നെ വിടുവിക്കും. ഐ ഡെലിവർ ദീ എന്നിട്ട് പറയാ, ഞാൻ നിന്നെ എന്ത് ചെയ്യാ, നീ എന്നെ മഹത്വപ്പെടുത്തും. അതേ, മഹത്വത്തിന് യോഗ്യനായ കർത്താവ്. ഞാൻ എന്റെ മഹത്വം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കത്തിൽ നളിച്ച കർത്താവ്. കുഞ്ഞെ, നിന്റെ ജീവിതത്തിലെ മഹത്വമായി ദൈവം ഇറങ്ങി വരും. പറയുകയാണ്, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, എന്നെ ഒന്ന് വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കാം, ഞാൻ നിന്നെ സഹായിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ശ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കകൾ ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്നവരൊക്കെ എന്തിയാ ഭ്രമിച്ചു പോകത്തൊക്കെ വേണം. ഞാൻ നിന്റെ ദൈവമാണെന്ന് അമ്മേ തെളിയിക്കാൻ പോവുക. അമ്മി കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറായാൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ നിനക്ക് വേണ്ടി തെളിയിക്കും. പക്ഷേ കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കുക. ദൈവം നമ്മെ ഒന്ന് സഹായിക്കട്ടെ. ആമേൻ.